നമ്മുടെ എല്ലാവരും ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, കൂട്ടുകൂടാൻ ആരുമില്ല, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, ആരും നമ്മളെ സ്നേഹിക്കാനില്ല എന്നൊക്കെയുള്ള ചിന്താഗതികളാണ്. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് ഒരാൾ വഴക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളോട് ചൂടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നമ്മളോട് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കാരണം മാത്രമാണ് നമ്മൾ വഴക്ക് പറയുന്നതും ചൂടാകുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമ്മൾ തൊട്ടേനും പിടിക്കുന്ന ഒരു വഴക്ക് പറയുന്നു, അതായതാന്നൊക്കെ നമ്മൾ പറയും, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊക്കെ പറയും. പക്ഷെ സ്നേഹമുള്ള സ്ഥലത്തെ വഴക്കും ബഹളവും ഒക്കെ ഉള്ളൂ. അതുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അത്രയേറെ മനോഹരമായിട്ട് പ്രണയിക്കാൻ പിന്നെയും പറ്റും, സ്നേഹിക്കാൻ പറ്റും. ഒരു ഉദാഹരണത്തിന്, അമ്മ നമ്മളെ തൊട്ടേനും പിടിച്ചതിനും വഴക്ക് പറയും. പക്ഷേ അമ്മ തരുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ട്, ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയി, അമ്മയോട് നമ്മൾ ചൂടാകും. പക്ഷേ അമ്മ ഇല്ലാതെ ആകുമ്പോൾ അല്ലെങ്കിൽ ഭാര്യ ഇല്ലാതെ ആകുമ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഭക്ഷണം ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്തുണ്ടോ അവർ തരുന്നത് നമ്മൾ കഴിച്ചിട്ട് പോകും. അതേ നമുക്ക് പറ്റത്തുള്ളൂ, വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി. അതേപോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം വെച്ചാൽ സ്നേഹം ഉള്ളിടത്തല്ലേ നമ്മൾ പറയത്തുള്ളൂ. അമ്മ ഉപ്പില്ല ചൂടില്ല എന്നൊക്കെ വഴക്ക് പറയും. ചിലപ്പോൾ അമ്മ പറയും വേണമെങ്കിൽ നീ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. നമ്മൾ ചിലപ്പം കഴിക്കത്തില്ല. പക്ഷേ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന എത്ര മോശം ഭക്ഷണമാണെങ്കിലും നമ്മൾ കഴിക്കും. ശരിയല്ലേ? പിന്നെ ഇതും പോരാണ്ട് നമുക്ക് സ്നേഹിക്കണം, എപ്പോഴും നമ്മളൊപ്പം ഒരാൾ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ഒരു നായക്കുട്ടിനെ എടുത്ത് വളർത്തിയ, കോസ്റ്റ്ലി ഒന്നും വേണ്ട, ഒരു നാടൻ പട്ടിക്കുഞ്ഞിനെ തൊട്ട് അങ്ങോട്ട് എത്ര രൂപ വേണമെങ്കിലും പട്ടിക്കുഞ്ഞ് നമുക്ക് എടുത്ത് വളർത്താനൊക്കും. അതാകുമ്പോൾ എത്ര അടിച്ചാലും തല്ലിയാലും കുത്തിയാലും എന്താ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നവരാലും പിടിച്ചാൽ പിന്നെയും വാലാട്ടി വരും. ഒരു തരത്തിലും നമ്മളെ മുതലെടുക്കത്തുമില്ല. അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. പറഞ്ഞു വരാൻ കാരണം സ്നേഹമുള്ള സ്ഥലത്ത് വഴക്കുണ്ട്, ബഹളമുണ്ട്. അത് ഇത്രമേൽ സ്നേഹവും ഫ്രീഡം ഉള്ളവരോട് മാത്രമേ ഉള്ളൂ. പിന്നെ നായക്കുട്ടിയാകുമ്പം അവനൊരു 15 വർഷം നമ്മളൊപ്പം കാണും. 15 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അത്രമേൽ സങ്കടമായിരിക്കും നമുക്ക് തോന്നുന്നത്. പിന്നെ പരാതിയും പരിഭവങ്ങളൊന്നും കാണത്തില്ല, നമ്മൾ പറയുന്ന എന്തും കേൾക്കും എന്നതേ ഉള്ളൂ. അതുകൊണ്ടൊരു മെച്ചം. പിന്നെ പെറ്റ് ഫാമിങ്ങും കൂടി ആകുമ്പോൾ എന്താ പറയുന്നത്, എപ്പോഴും ഒരു സമാധാനം സന്തോഷമൊക്കെ കിട്ടും. ഒരു തരത്തിലുള്ള ലഹരിക്ക് അടിമയാകത്തുമില്ല. അതിൻ്റെ അത്രയും കിട്ടുന്ന സ്നേഹം വേറൊരു ലെവലാണ്. പലരും പലതൊക്കെ പറയും, അതൊന്നും വകവെക്കാൻ പോരുത്. വകവെക്കാൻ പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതോടെ തീർന്നു. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് ലഹരിക്കും മരണത്തിനും കീഴടങ്ങാതെ ഒന്നെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ കണ്ടെത്തി പാടാണ് ആർപ്പാ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അങ്ങനെ ഒരാളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ നല്ലൊരു നായക്കുട്ടി എടുത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇവരൊപ്പം ചിലവഴിക്കുമ്പോഴും കിട്ടുന്നൊരു സന്തോഷവും സമാധാനം വേറെ ഒന്നിലും നമുക്ക് കിട്ടത്തില്ല. കൂട്ടുകാരോടൊപ്പം കൂടി കള്ളടിച്ചെന്ന് പറഞ്ഞാലും കഞ്ചാവ് അടിച്ചെന്ന് പറഞ്ഞാലും MDA വലിച്ചെന്ന് പറഞ്ഞാലും ഒന്നിലും കിട്ടത്തില്ല. അത്രമേൽ ഹാപ്പിയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവർക്കും ഉണ്ട് കേട്ടോ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. വേണ്ടെന്ന് വെച്ചാൽ അവർ നമ്മളെ വേണ്ടെന്ന് വെക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡോഗിനെ പോലെ ഇരിക്കും. ഇത് കണ്ടോ, ഞാൻ ബിസ്ക്കറ്റായിട്ട് വന്നാൽ മാത്രമേ എഴുന്നേറ്റ് വരും. ഭയങ്കര സ്നേഹം കണ്ടോ, ഇപ്പം ഭയങ്കര അഹങ്കാരത്തിൽ കിടക്കുന്നത്. ആള് പാവ ഉണ്ടോ പാവ. പക്ഷെ ഇവൻ നമുക്ക് പിടുത്താൻ തരികയില്ല. കാരണം വളർത്തുമ്പം എപ്പോഴും നല്ലൊരു പെൺപട്ടി കുഞ്ഞിനെ എടുത്ത് വളർത്തുക, അല്ലെങ്കിൽ അതേപോലെ ഒരു ചെറുക്കനെ എടുത്ത് വളർത്തുക. തൊടാൻ ചെല്ലുന്നതിന് കടിക്കാൻ നിൽക്കുന്നുണ്ടോ തണ്ടി പാവട്ടവൻ. ഓടയിൽ നിന്ന് എടുത്ത് വളർത്തിയതാണ്, കുഞ്ഞിനെ പഠിപ്പിച്ച ശീലം ഇപ്പോഴവൻ കാണിക്കുന്നത്. ശരിയണ്ടോ? പറഞ്ഞു പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടോ എൻ്റെ വേണേനും കാണിക്കാം. എൻ്റെ പെൺ കൊച്ചുണ്ടോ, പാവം കൊച്ച്. വായി കൈയിട്ടാൽ പോലും ഇവൻ എന്നെ കടിക്കുകയില്ല.